ഹായ് ലെറ്റ് സി വാട്ട് ജെയ് ഈറ്റ്സ് ഇൻ എ ഡേ. ഇന്ന് നമുക്ക് ദോശയും നല്ല വെജ് സ്റ്റൂവും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. നമ്മൾ ദോശയിലൊക്കെ സ്പ്രൗട്ടഡ് റാഗി പൗഡർ ആഡ് ചെയ്യും കേട്ടോ, അതുകൊണ്ടാണ് ദോശയ്ക്ക് ആ കളറ്. അത് കഴിഞ്ഞൊരു 11 AM ഒക്കെ ആകുമ്പോൾ ഞാൻ അവൻ എന്തെങ്കിലും ഒരു മോർണിംഗ് സ്നാക്ക് കൊടുക്കും, ഉച്ചവരെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും. ഇന്നതൊരു മാംഗോ സ്മൂത്തി ആയിരുന്നു വിത്ത് നട്ട്സ് പൗഡർ ആൻഡ് ഡേറ്റ്സ് പൗഡർ. അത് കഴിഞ്ഞ് ലഞ്ചിന് നമ്മൾ എന്താണോ കഴിക്കുക സെയിം തന്നെയാണ്. ഇന്ന് ചോറും ബീൻസ് ഉപ്പേരിയും പിന്നെ ഫിഷ് ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ അവന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ചോറിലേക്ക് ഞാൻ ഒരു ഇത്തിരി കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഗീയോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യും. ബിക്കോസ് കുട്ടികൾക്ക് ഈ ഹെൽത്തി ഫാറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദെയർ ഗ്രോത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അവൻ നല്ല കളിയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു 4:30, 5 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ അവനൊരു ഈവനിങ് സ്നാക്ക് കൊടുക്കുക. അത് നമ്മുടെ തന്നെ ഏതെങ്കിലും ഒരു പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പാൻ കേക്കോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇന്ന് ഇൻസ്റ്റൻറ്റ് സിറിയൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കി. ഞാൻ ഒരുപാട് പ്രാവശ്യം ഷെയർ ചെയ്ത റെസിപ്പിയാണ്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. ഇത് ഞാൻ പല ഷേപ്പിലും സൈസിലും ഒക്കെ ഉണ്ടാക്കും. ഇതൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പല കളികളും നമ്മൾ കളിക്കും. ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്താണ് അവൻ എൻ്റെ എല്ലാ കഥകളും ഒക്കെ പറയുന്നൊരു സമയം ഈ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയമാണ്. അതെങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതാണ് അവൻ നോക്കുന്നത്. ഡിന്നറിന് ഇന്ന് ഞാൻ അവന് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്തൊരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് റെസിപ്പി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷേ എഗ്ഗ് ഉള്ളതുകൊണ്ട് തന്നെ അത് നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലും ഒരു വൈറ്റമിൻ സി സോഴ്സ് സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നത് കുക്കുംബറിൽ നല്ല ലെമണൊക്കെ ആഡ് ചെയ്ത് ഒരു ഇത്തിരി സോൾട്ടും ആഡ് ചെയ്ത് അത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവന് കുറച്ച് നേരം സ്ക്രീൻ ടൈം കൊടുക്കാറുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചിട്ടൊരു സ്നാക്ക് പ്ലേറ്റ് പോലെ കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ.